ഹായോ, ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ്റെ കരൾ പെരട്ടാണ്. ഇത് എൻ്റെ നാത്തൂൻ്റെ റെസിപ്പിയാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ റെസിപ്പിയാണ്. അപ്പോൾ കരളിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ്. കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കരൾ പെട്ടെന്ന് വേവുന്ന സാധനമല്ലേ. പിന്നെ എന്തോ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുവാണ്. നമ്മൾ കണ്ട വീഡിയോയിൽ അവരങ്ങനെയാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമ്മളും ചെയ്യുന്നു. അപ്പം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുവാണ്. കണ്ടപ്പോൾ നല്ല താല്പര്യം തോന്നി, അതുകൊണ്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആക്കി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം കരളിൽ നമ്മൾ കുക്കറിലിട്ട് അതിനാവശ്യമായ പൊടികൾ ചേർത്ത് വേണം വയ്ക്കാൻ. പൊടികൾ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഉപ്പും മുളക് പൊടിയുമാണ് ചേർത്തത്. ഇത്രയും പൊടികൾ ചേർത്ത് വെള്ളമൊന്നും ഒഴിച്ചില്ല, വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ കേൾക്കണം. 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കരൾ റെഡിയാവും. അതാണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, ക്യാപ്സിക്കം ഇത്രയും സാധനങ്ങൾ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് തീ കത്തിച്ച് പാൻ അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആദ്യമേ ഇട്ട് കൊടുക്കണം. അതിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് സവാള അരിഞ്ഞത് നമ്മൾ മൊത്തം ചേർക്കത്തില്ല കേട്ടോ, കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സവാള നമുക്ക് ലാസ്റ്റ് ചേർക്കണം. ഇപ്പം അത് ഒരു 1/4 സവാള ഇട്ടു, 1/4 സവാള മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം 1/4 സവാള ഇട്ട് അതിന് ഉപ്പ് ഇട്ട് അതൊന്ന് വഴണം. ഇത് ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറിയപ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത്, പച്ചമുളക് നമ്മളിങ്ങനെ നീളത്തിന് കീറിയാണ് അരിഞ്ഞേക്കുന്നത്. പച്ചമുളകും ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒരു 5-6 കൊച്ചുള്ളിയേ ഉള്ളൂ കേട്ടോ, ഒരുപാട് കൊച്ചുള്ളിയൊന്നും എടുക്കുന്നില്ല. 5-6 കൊച്ചുള്ളി ഇതേ കണക്ക് നീളത്തിന് അരിഞ്ഞത് വെച്ചേക്കുമായിരുന്നു. അതും കൂടെ തട്ടിക്കൊടുത്ത് അതും ഒന്ന് വഴന്ന് വരണം. ഈ ഉള്ളി നല്ല ഒരു ചെറിയ ചുമപ്പ് കളറാവുന്ന കണക്ക് നമുക്ക് വഴന്ന് വെക്കണം. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഇതൊന്ന് റെഡിയായി വരാൻ. കുറേ നേരം ഇതേ കണക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഏകദേശം നമ്മൾ ഉള്ളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു കളറും വ്യത്യാസമായി. അപ്പം ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ ചേർത്ത് അതിൻ്റെ പച്ചമണം നല്ല രീതിയിൽ മാറുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു നല്ല മണം, ആ പച്ചമണം മാറണം. അതുകൊണ്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഇത് ഇളക്കുന്നുണ്ട്. ഇളക്കി അതിൻ്റെ ഒരു മണം മാറിയപ്പോൾ നമ്മൾ മറ്റേ വേവിച്ച് വെച്ചേക്കുന്ന കരൾ തട്ടി കൊടുക്കുകയാണ്. കരൾ തട്ടി കൊടുത്ത സമയത്ത് അപ്പൂപ്പയ്ക്കും കൊടുക്കാം, ഋതുവിനും തരാം, എല്ലാവർക്കും കഴിക്കാം. എല്ലാവരും കഴിക്കാം. അമ്മൂമ്മ, പിന്നെ അപ്പ, ആളിയ, എല്ലാവർക്കും കൊടുക്കണേ. അങ്ങനെ ഋതു എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത്, പിന്നെ കരൾ ചെറുതായിട്ട് വലിയ പീസായിപ്പോയി നമുക്ക് തോന്നിയോണ്ട് ഞങ്ങൾ കുത്തി ഉടച്ച് അതിനെ ചെറിയ പീസാക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അത് നല്ല തിളച്ച് നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേനും അതിൻ്റെ അകത്തേക്ക് തക്കാളിയും ക്യാപ്സിക്കവും പിന്നെ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിരുന്ന സവാളയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കണം. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഇതിൻ്റെ അകത്ത് പിടിക്കണം. അന്നേരം നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്.
10 മിനിറ്റോളം വേവണം. വേവുന്ന സമയത്ത് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണമായിരുന്നു. കരിവേപ്പില ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ ആണ് ഞങ്ങൾ വന്ന് കരിവേപ്പില ഇട്ടത്. കരിവേപ്പില ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല ക്യാപ്സിക്കവും ഉള്ളിയും തക്കാളി എല്ലാം വെന്ത് അതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗി, നല്ല മണവും എല്ലാം വരുന്നുണ്ടായിരുന്നു. കഴിക്കാൻ അത്രയ്ക്ക് ആഗ്രഹം തോന്നി ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് ഇരിപ്പുണ്ട് കാണാൻ. അങ്ങനെ അച്ഛൻ പൊറോട്ട മേടിച്ചിട്ട് വന്ന് അങ്ങനെ നമുക്ക് പൊറോട്ടയും കൂട്ടി ഇത് കഴിക്കാമേ. ഋതുവിന് കൊടുത്തപ്പോൾ എരിയായിരുന്നു. എരിയാ പിന്നെ അവൻ തിന്നത്തില്ല കേട്ടോ. അവൻ്റെ പാട് നോക്കി പോകും. അങ്ങനെ ഞാനിനി കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചോണ്ടപ്പോൾ ഋതു വീണ്ടും വന്ന് അവനും കുറച്ച് കൊടുത്തു. താങ്ക് യു.